I really don't want to impress you. If you want to go for more dates, we can go ahead and try that. But എനിക്ക് കൂടുതൽ ഇംപ്രസ് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. വേണമെങ്കിൽ നമുക്ക് ഇനിയും കാണാം, ഇനിയും സംസാരിക്കാം. ചെക്കനെ കൊണ്ട് ബുക്ക് ചെയ്യാൻ പറ്റില്ല, അവ സ്ഥലത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പക്ഷെ ഞാനൊരു കാര്യം, അതൊന്നും അല്ല ഒരു കല്യാണം കഴിക്കണേന്റെ മാനദണ്ഡം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരാള് അയാൾക്ക് റെഡിയാണ് എന്ന് തോന്നുമ്പോ അയാൾ കല്യാണം കഴിക്കട്ടെ. ഇപ്പോഴും ചില കുട്ടികള് ഈ 21-22 വയസ്സ് കഴിയുമ്പോ തന്നെ അയ്യോ കല്യാണം കഴിക്കണ്ടേ, അവർക്ക് ഇത്രയും പ്രായമായി. എന്ത് പ്രായമായി? പ്രായം ആണോ ഇതിന് മാനദണ്ഡം, അതോ അതല്ലാതെ അല്ലല്ലോ? അല്ല, ഒരു ആൾക്ക് എപ്പോ കല്യാണം കഴിക്കണം എന്നുള്ളത് ആ ആളുടെ ഫ്രീഡം ആണ്. ആ വ്യക്തി തീരുമാനിക്കട്ടെ. എനിക്ക് ഈ പെണ്ണ് കാണൽ എന്ന ചടങ്ങിനോടെ താല്പര്യമില്ലാത്ത ആളാണ്. അല്ല, ആണ് കാണൽ എന്ന ചടങ്ങിനോടും താല്പര്യമില്ല. സ്കൂൾ ടൈമിലൊന്നും പ്രഷർ ഇല്ലായിരുന്നു പറഞ്ഞു. സ്കൂൾ ടൈമിൽ എനിക്ക് റിലേഷൻഷിപ്പ് ആരെങ്കിലും സ്കൂൾ ടൈമിൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോ ഞാൻ എന്താ പറയുന്നതെന്ന് അറിയാം അവരുടെ. ഐ ഡോണ്ട് തിങ്ക് ഐ മെച്ചുവർഡ് എനഫ് ടു ബി ഇൻ എ റിലേഷൻഷിപ്പ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളത് സത്യമായിട്ടും. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. എപ്പോഴാണ് സദ്യ കിട്ടുന്നത്? സദ്യ എന്താ വേണ്ട? ഞാൻ ഇന്നിപ്പോ വാങ്ങിച്ചു തരാം. എനിക്ക് ആ സദ്യയല്ല വേണ്ടേ, ഞാൻ വാങ്ങിച്ചു തരും. റോഹൻ എന്ത് സദ്യ വേണം? നോൺ വെജ് സദ്യ വേണോ, വെജിറ്റേറിയൻ സദ്യ വേണോ? ഞാൻ വാങ്ങിച്ചു തരാം. ഇപ്പൊ കൃത്യമായിട്ട് ഇതിന്റെ ഇടയ്ക്ക് കൃത്യമായിട്ടുള്ള മറുപടി വന്നില്ലെങ്കിൽ ഇപ്പൊ കമന്റ് സെക്ഷനിൽ വരും, അവന് സദ്യ കിട്ടാൻ കിടന്ന അവിടെ ആങ്കർ വീഡിയോട് ചോദിച്ചു. എല്ലാവരും ഇപ്പൊ കമന്റ്സിനെയാണ് പേടിക്കുന്നത്. എന്താ കഥ? എപ്പോഴായിരിക്കും? എപ്പോഴെങ്കിലും ഉണ്ടാവും. പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഷുഡ് ഹാവ് എ ക്ലൂ അബൌട്ട് ഇറ്റ് അല്ലേ? അപ്പോ അത് നടക്കുമ്പോ നടക്കട്ടെ. ഇറ്റ് വിൽ ഹാപ്പൻ. ആ ഒരു സമയം നടക്കും. ചിന്തിച്ചിട്ടേ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഒബ്വിയസ്ലി ലൈഫില് ഞാൻ കല്യാണം കഴിക്കും ഇന്ന സമയത്ത് എന്നും പറയുന്നില്ല, കല്യാണം കഴിക്കില്ല എന്നും പറയുന്നില്ല. ഇറ്റ് വിൽ ഹാപ്പൻ. അത് നടക്കേണ്ട സമയത്ത് അത് നടക്കും, അത്രേ ഉള്ളൂ. ഇത് നിലവിലെ സംഭവിക്കട്ടെ. അതിനായിട്ടുള്ള പ്ലാനിങ് പരിപാടികളൊന്നുമില്ല. ബ്രോ, പ്ലാനിങ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇന്ന് പറയാണ്, എന്റെ ഈ ദിവസം ഈ മാസം ഞാൻ കല്യാണം കഴിക്കും. അതിന് ചെറുക്കനെ കൊണ്ടുവരൂ, ബാക്കി കാര്യങ്ങൾ റെഡിയാക്കൂ. അങ്ങനെ നമ്മളൊക്കെ എങ്ങനെ പറയാ? അത് ഇറ്റ് വിൽ ഹാപ്പൻ. അതിന്റെ സമയമാകുമ്പോ ഇറ്റ് വിൽ ഹാപ്പൻ. ആരും ഈ സൊസൈറ്റി പ്രഷർ ഇട്ടിട്ടോ വീട്ടുകാർ പ്രഷർ ഇട്ടിട്ടോ ഒന്നും, അതിപ്പോ എന്റെ കാര്യത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഞാൻ ഒരുപാട് കാര്യങ്ങള് ആൾക്കാര് അനുഭവിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ലൈക്ക് ഇപ്പോഴും ഇപ്പോഴും ചില കുട്ടികള് ഈ 21-22 വയസ്സ് കഴിയുമ്പോ തന്നെ അയ്യോ കല്യാണം കഴിക്കണ്ടേ, അവർക്ക് ഇത്രയും പ്രായമായി. എന്ത് പ്രായമായി? ഇത്രയല്ലേ ചെറിയ കുട്ടികളല്ലേ? ഈ പ്രായം ആണോ ഇതിന് മാനദണ്ഡം, അതോ അതല്ലാതെ അല്ലല്ലോ? അല്ല, ഒരു ആൾക്ക് എപ്പോ കല്യാണം കഴിക്കണം എന്നുള്ളത് ആ ആളുടെ ഫ്രീഡം ആണ്. ആ വ്യക്തി തീരുമാനിക്കട്ടെ. ആ വ്യക്തി എപ്പോഴാണോ സന്തോഷിക്കേണ്ടത്, എപ്പോഴാണോ സന്തോഷമായിരിക്കേണ്ടത്, എപ്പോഴാണോ അതിന്റെ റൈറ്റ് ടൈം വരുന്നത്, ആ വ്യക്തി അപ്പോൾ അതിന് ഡിസൈഡ് ചെയ്യട്ടെ. ശരിക്കും ഒരാളായിട്ട് കണ്ട് പരിചയമായി സംസാരിക്കാനൊക്കെ ഇറ്റ് ആക്ച്വലി ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ഫോർ മീ. അപ്പൊ ഈ പബ്ലിക് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ തിരിച്ചറിയരുത് എന്നാണ് ആഗ്രഹം. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അത് തന്നെയാണ്. അങ്ങനെയാണ്. ഇത്രയും ഒരു സെലിബ്രിറ്റി ട്രാക്കിൽ വന്നു, ഇത്രയധികം വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്, എന്നിട്ട് പോലും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പണ്ട് പറഞ്ഞിട്ടുണ്ട് നെസ്രു ഒക്കെ ലുലുമാളിൽ പോയിട്ടുള്ളത് പറഞ്ഞിട്ടിട്ടുകൊണ്ടാണെന്നുള്ളത്. ഇതേ ചോദ്യം രാജുവിന്റെ അടുത്ത് ഒരിക്കൽ ചോദിച്ചപ്പോ രാജേട്ടൻ പറഞ്ഞു, ഞാൻ ഈ ഹൈറ്റും വെച്ചിട്ട് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഓടിയെത്തുന്നു പറഞ്ഞു. അതേപോലെ ഈ അങ്ങനെ എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും എവിടെയും പോയിട്ടില്ല. പക്ഷെ ആൾക്കാർ തിരിച്ചറിയുമ്പോ ഇൻ എ വേ ഐ എം ബ്ലെസ്ഡ് കേട്ടോ. ഇൻ എ വേ ഞാൻ ആലോചിക്കുമ്പോ എത്രയോ പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോ ഐ ഫീൽ ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ, ഐ ഷുഡ് ബി ഹാപ്പി അബൌട്ട് ദിസ് എന്ന് ആലോചിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം വളരെ പ്രൈവറ്റ് ആയിട്ട് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എവിടേക്കോ ആ ഒരു പ്രൈവസി ആ ഒരു ഫാക്ടർ നഷ്ടമാകുമ്പോ ഒരു ചെറിയൊരു സങ്കടമൊക്കെ തോന്നാറുണ്ട്. മെല്ലെ അതിലോട്ട് പോവും ചെയ്യും അല്ലേ? അതെ 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 അതെ. ഞാൻ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. അപ്പം when I'm at home, I'm in my own world and nobody will know what I'm up to. മനസ്സിലായോ? ഞാൻ വീട്ടിലെ ജോലി ഫുള്ള് ചെയ്യും, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണ്ടേ. പിന്നെ
ഓഫ് കോഴ്സ്. ഫാമിലി അവിടെ വന്നിട്ടില്ല. അല്ല, അമ്മയോ അച്ഛനോ ആരെങ്കിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. ലൈക്ക് വർഷത്തിൽ ഒരിക്കലും അമ്മ എന്തായാലും വരും, അച്ഛൻ ഇടയ്ക്ക് അവിടെ വരും വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ പക്ഷെ വന്ന് അവര് പോവും. അത് കഴിഞ്ഞ് again ഞാൻ ഒറ്റയ്ക്ക് ആവുമല്ലോ. അപ്പൊ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ മാനേജ് ചെയ്യണം. ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പഠിച്ച സ്ഥിതിക്ക് സദ്യ കൊടുക്കാം അല്ലേ? എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പഠിച്ചാലേ സദ്യ കൊടുക്കാൻ അല്ല, അത് വേണ്ടേ വേണ്ടേ ചെയ്യണ്ടേ? സി, അത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പഠിച്ചു, ഇനി സദ്യ കൊടുക്കാം അങ്ങനെ പറയരുത്. ഇല്ല, ഈ സദ്യ പഠിക്കണം എന്നുള്ള മീനിങ്ങിലല്ല പറഞ്ഞത്. ഇപ്പൊ കെട്ടാൻ പോകുന്ന ഒരാള് വേറെ സ്ഥലത്താണ്, ഇപ്പൊ ചെക്കനെ കൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പൊ സ്ഥലത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കാര്യങ്ങൾ പക്ഷെ ഞാനൊരു കാര്യം, അതൊന്നും അല്ല ഒരു കല്യാണം കഴിക്കണേന്റെ മാനദണ്ഡം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരാള് അയാൾക്ക് റെഡിയാണ് എന്ന് തോന്നുമ്പോ അയാള് കല്യാണം കഴിക്കട്ടെ. മനസ്സിലായോ? രോഹന് സദ്യ ഞാൻ വാങ്ങിച്ചു തരാം, ഡോണ്ട് വറി. ഈ ഇന്റർവ്യൂവിന്റെ പേര് സദ്യ എന്നാക്കിക്കോ, അതായിരിക്കും നല്ലത്. സദ്യ കിട്ടുമെന്നുള്ള രീതിയിലേക്ക് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തുടങ്ങി വന്നു, പാട്ടുകാരായിട്ട് വന്നു, പിന്നെ ആങ്കർ ആക്ടർ എന്നുള്ള ട്രാക്കിൽ പോയി. എന്നിട്ട് എപ്പോഴാണ് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം പോലെ ഗായികയായിട്ടുള്ള അത് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ബ്രോ ഗായികയായിട്ട്? ഒരു പ്ലേ ബാക്ക് സിംഗിങ്, ഒരേ ഒരു പാട്ട് ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട്, അത് മാത്രമാണ് നടന്നിട്ടുള്ളത്. സോ അത് നടക്കുന്നത് വളരെ യാദൃശികമായിട്ടാണ്. ഞാൻ ഒരു ദിവസം ഹൈദരാബാദ് ഷൂട്ടിന് പോകാനായിട്ട് ഞാനും അമ്മയും എയർപോർട്ടിൽ, ഇത് പണ്ടത്തെ കഥയാണ് കേട്ടോ, ഇവര് ഇനിയിപ്പോ ഞാൻ പറയുന്നില്ല, ഇനിയിപ്പോ കമന്റ്സിന്റെ കാര്യം പറയുന്നില്ല. ഓക്കെ, ഞാൻ പണ്ട് അമ്മേനെ ആയിട്ട് എയർപോർട്ടിൽ ഇരിക്കുമ്പോ VKP-നെ കണ്ടു. VKP അപ്പൊ പറഞ്ഞു, എവിടെയായിരുന്നു, ഞാൻ ഇന്നലെ കുറെ രാത്രി വിളിക്കാനായിട്ട് നോക്കി കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, ഇന്നിപ്പോ രാവിലെ ഫ്ലൈറ്റിന് പോകണ്ടേ, ഒരു കാര്യം ചെയ്യേ, പോണ വഴിക്ക് ചെന്നൈയിലൊന്ന് നിർത്തിയിട്ട് പോവാം. അപ്പൊ ഞാൻ വെച്ചു, ചെന്നൈയിൽ എനിക്ക് ഹൈദരാബാദ് അവിടെ പോണം, ഷൂട്ട് ചെയ്തു. ഹൈദരാബാദിൽ നിന്നും കുറെ ദൂരമുണ്ട് ഷൂട്ട് നടക്കുന്ന സ്ഥലത്തേക്ക്, അവിടെ പോണം എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല, ഒരു പാട്ട് പാടാനാണ്, മറ്റേ രതീഷ് വേഗയുടെ സ്റ്റുഡിയോയിലേക്ക് പോകണം, റെക്കോർഡിംഗ് ഉണ്ട്, ഒരു പാട്ട് പാടുന്ന ആവശ്യത്തിന്. പക്ഷെ ഞങ്ങളന്ന് തെലുഗു മൂവി ഷൂട്ടിനായിട്ട് ഹൈദരാബാദ് പോകുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോവാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത് പാടാൻ കിട്ടുന്ന അവസരമാണ്, പ്ലീസ് ഡോണ്ട്, നമുക്കിത് എപ്പോഴും കിട്ടില്ല, പിന്നെ കിട്ടിയിട്ടുമില്ല. അപ്പോൾ അവിടെ ചെന്നൈയിൽ പോയി, ഓൺ ദ വേ ചെന്നൈയിൽ പോയി നമ്മൾ പാടി. അന്ന് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിലായിരുന്നില്ല, അദ്ദേഹം എവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി റെക്കോർഡ് ചെയ്ത് അവിടെ നിന്ന് പിന്നെ ഷൂട്ടിന്റെ അവിടെ പോയി വലിയ പ്രശ്നമൊക്കെ ആയിരുന്നു. ആ സോങ് ഏതായിരുന്നു, ഓർമ്മയുണ്ടോ? മഴയായ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടായിരുന്നു. നാലൊരു പാടിയാലോ? ഷോ, ആ വരി പോലും എനിക്ക് ഓർമ്മയില്ലപ്പാ. ആ പാട്ട് തന്നെ പാടണല്ലേ? അതാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആ ഒരു ഓർമ്മയിലേക്ക് പോവുകയും ചെയ്യുമല്ലോ. അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം, ചെന്നൈ വരെ. എനിക്ക് ഓർമ്മയുള്ള അത്രയും പാടാം. മഴയായി ഓർമ്മകൾ വിലോലം പെയ്തുവോ, ദൂരെ നോവിൻ മുരളികയോതിയോ, അങ്ങനെ പോകുന്നൊരു പാട്ടാ. അപ്പൊ എന്തായാലും ടാസ്ക് വേണ്ടേ? എന്താ വേണ്ട ടാസ്ക്? സ്വാഭാവികമായിട്ട് ഞാനിനി സദ്യയിലേക്ക് തന്നെയാണ് പിന്നെ വരുന്നത്. ഈ സദ്യ എന്താ എത്ര കാര്യം എന്നുള്ളത് ചോദിച്ചു. സദ്യ വിട്ടുപിടിച്ചോ? പക്ഷെ ഇപ്പൊ കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അല്ലെ? ഈ പെണ്ണ് കാണാന്നുള്ള സമ്പ്രദായം മാറിയിട്ട് ആണ് കാണലായിട്ടുണ്ട് അല്ലെ? അപ്പൊ കണ്ടിട്ടില്ലേ വീഡിയോസ് ഒന്നും? സമകാലിക വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ നവമാധ്യമങ്ങളിൽ വരുന്ന വീഡിയോസിലൊന്നും അത്ര അപ്ഡേറ്റഡ് അല്ല. നവമാധ്യമങ്ങളിലെ ഏത് വീഡിയോയിലാണ് കുറേയേറെ വീഡിയോസ് ആണ് കാണൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, ആണ് പെണ്ണിന്റെ വീട്ടിൽ പോയി കാണോ? അല്ല, പെണ്ണ് ആണ്ട് വീട്ടിൽ പോയി കാണും, പെണ്ണ് ആണിന്റെ വീട്ടിൽ പോയി കാണും. ഓ അങ്ങനെ. പെണ്ണ് കാണൽ പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ടാണ്. അതേപോലെ പെണ്ണ് ആണ്ട് വീട്ടിൽ പോയിട്ട് ആണ് കാണൽ നടത്തും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ചാൻസ് കിട്ടി. അപ്പൊ അമ്മ പറഞ്ഞ ഒരു പയ്യനാണ്. അപ്പൊ അമ്മയെ കൂട്ടി വീട്ടുകാരെ കൂട്ടി പോയി. കാര്യം പറയട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ പെണ്ണ് കാണൽ എന്ന ചടങ്ങിനോടെ താല്പര്യമില്ലാത്ത ആളാണ്. അല്ല, ആണ് കാണൽ എന്ന ചടങ്ങിനോടും താല്പര്യമില്ല. അവര് രണ്ടുപേരും എവിടെയെങ്കിലും പോയി ഒന്ന് ഒരു കോഫി ഡേറ്റ് മതി, നമുക്ക് വീട്ടിൽ പോകണ്ട, വീട്ടിൽ പോകുന്നേ ഇല്ല. ഓക്കെ, അങ്ങനെ എത്തി ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, ഞാനാണ് ആ പയ്യൻ. ശരി, അറിഞ്ഞില്ല. യെസ്. അപ്പോ കുറെ സങ്കല്പങ്ങളുണ്ട്.
ആ സങ്കല്പങ്ങൾ ഉണ്ടാവുന്നതിനേക്കാൾ ഉപരി ഇവിടെയുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു ഫലിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇംപ്രസ് ചെയ്യണം. ഞാൻ impress ചെയ്യണോ? ആ പയ്യനെ. ഇത് പയ്യന്മാരല്ലേ കുറെ കാലങ്ങളായിട്ട് ഇത് അങ്ങോട്ട് Sorry, ചെയ്തുകൊണ്ടിരിക്കുന്നത്. I'm അതാണ് really ഇതാണ് bad. എന്നുള്ളത് ഫസ്റ്റ് കിട്ടിയിട്ടില്ലേ? ഓഫ് ഓൾ ഞാൻ ഇംപ്രസ് ചെയ്യാനൊക്കെ വളരെ മോശമാണ്. ഞാൻ വളരെ എന്താ പറയാ ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. കോഫി ഡേറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, ഡേറ്റിനും പോയിട്ടില്ല. വെൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷേ പറയുന്നതിൽ ഒരു ഉറപ്പില്ലല്ലോ. അല്ല, ഞാൻ ഇങ്ങോട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയാം ഞാൻ കുറെ ഡേറ്റിന് പോയിട്ടുണ്ട്. വേറെന്തൊക്കെ പറയണം. ഞാൻ അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ ഇംപ്രസ് ചെയ്യാ പരിപാടികളിലൊക്കെ ഞാൻ വളരെ മോശമാണ്. ഇവിടെ വന്നിരുന്നു, ഒരു ഫേസ് ടു ഫേസ് ഇരിക്കുകയാണ്. അപ്പൊ നമ്മളത് വിട്ടില്ലേ? ഞാൻ അത് ഇല്ല, കഴിഞ്ഞു. അത് കഴിയാനുള്ള പരിപാടിയാണ് ചെയ്തതെന്ന് മനസ്സിലായി, നമ്മളത് വിടുന്നില്ല. ശരി, അപ്പോ തുടങ്ങാം. Listen, I really don't want to impress you. If you want to go for more dates, we can go ahead and try that. But എനിക്ക് കൂടുതൽ ഇംപ്രസ് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. വേണമെങ്കിൽ നമുക്ക് ഇനിയും കാണാം, ഇനിയും സംസാരിക്കാം. വാട്ട് യു സേ? ഞാൻ ഇന്റർവ്യൂവിന് വന്നിട്ട് എച്ച്ആറിന് മുമ്പിൽ ഇരിക്കുന്ന ആളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ഇങ്ങനെ സംസാരിക്കാറ്, സത്യമായിട്ട് ഇങ്ങനെ സംസാരിക്കാറ്. ഇത് വന്നപ്പോ അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് പയ്യനാണ്, ഇത് കൂടി കേട്ടിട്ട് ഓടൂലോ. അന്നാ ഓടിക്കോട്ടെ എന്ന് വിചാരിക്കില്ല. ഈ വന്ന ഈ നോക്കി ഫേസ് ടു ഫേസ് നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ കാഴ്ചയിൽ പ്രണയം അല്ലെങ്കിൽ കണ്ണുകൾ സംസാരിക്കുന്ന എന്നുള്ള പരിപാടികളൊന്നും ഇല്ലേ? ഇല്ല. ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു നല്ല ലുക്ക് എങ്ങനെ എന്താ വേണ്ട, റൊമാൻറ്റിക് ലുക്ക് തരണം. അന്ന് അത് വായ തുറന്ന് പറഞ്ഞൂടെ? അതാണ് സംഭവം വേണ്ടത്. റെഡി? ഓക്കെ. അപ്പൊ ആ പറഞ്ഞത്രേ ഉള്ളൂ, ആ നോക്കി ഫലിപ്പിക്കുന്നതില് പണ്ട് കെട്ടുകിടക്കുന്ന കനല് വീണ്ടും ഊതി ഊതി വരണം. എനിക്കാ തോന്നിയ ക്രഷ് ഇപ്പൊ തോന്നുന്നു. ദൈവമേ, ക്രഷ് ഞാൻ ഇപ്പൊ തോന്നിപ്പിക്കാ. ഞാൻ വെയിറ്റ്. ഓക്കെ. ഇപ്പുറത്തുനിന്ന് പുറകുന്നുള്ള ചിരി കേട്ടിട്ടാണ് ഞാൻ ചിരിച്ചത്. നല്ല പൂറായിരുന്നു അല്ലേ? നോക്കും ചെയ്തിട്ട് ബൈറ്റില് പണ്ടെങ്ങാട് ഷൗട്ട് ചെയ്ത പ്രൊഡ്യൂസറിന്റെ ഉള്ളിൽ തെറി വിളിച്ച പോലെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ? അയ്യോ ഇല്ല, ഞാൻ അങ്ങനെ എന്റെ അടുത്താണ് ചോദിക്കുന്നത്. ഏതാ ആണോന്ന് എന്റെ അടുത്തല്ലേ ചോദിക്കുന്നത്? അല്ല, അങ്ങനെ ഞാൻ തെറിയൊന്നും വിളിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇത്രയധികം സിനിമകളും ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇതിനിടയ്ക്ക് പിന്നെ നേരെ ദുബൈയിലോട്ട് പോയി ഗോൾഡ് FM RJ ആയിട്ട് ട്രാക്കിൽ പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ വിക്കിപീഡിയയിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ലിസ്റ്റിൽ കുറേ ഇങ്ങനെ കിടക്കുന്നുണ്ട്. 2008 തുടങ്ങുകയാണെങ്കിൽ അടുപ്പിച്ച് ഓരോ വർഷം ഇത്രയും മൂവീസ് വരുന്നുണ്ട്. ഇനി എപ്പോഴാണ് നമുക്ക് അതേപോലെ ലിസ്റ്റ് 23, 24, 25 ഇനി കിട്ടാൻ പോകുന്നത്? ഞാൻ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോ സിനിമ ചെയ്യണം എങ്ങനെയെങ്കിലും എന്ന് വിചാരിച്ച് നടക്കുന്നില്ല. വരുന്ന സിനിമകളും ഏതെങ്കിലുമൊക്കെ അമ്മയോ അച്ഛനെയോ ഒക്കെ കോണ്ടാക്ട് ചെയ്ത് വിളിക്കുന്ന സിനിമകൾ അവരെ എൻ്റെ അടുത്ത് പറയുമ്പോ അവരെന്നെ പിന്നെ അപ്പോ എൻ്റെ അടുത്ത് പറയുമ്പോ അവരെന്നെ പറയാ നിന്നായിട്ട് മുട്ടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, അത് സിനിമ എന്തായാലും നീ ചെയ്യൂല. ബിക്കോസ് എനിക്കെന്തോ ഐ എം ജസ്റ്റ് ഹാപ്പി ബീങ് ദെയർ. ഞാൻ ആൻഡ് ഐ ലവ് ബീങ് ഓൺ റേഡിയോ പ്രസന്റർ എന്ന് പറയുന്നത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു ജോലിയാണ്. അതുകൊണ്ട് എനിക്ക് എത്ര മോശമായിട്ടുള്ള ദിവസമാണെന്നുണ്ടെങ്കിലും റേഡിയോയിൽ പോയി സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഐ ലുക്ക് ഫോർവേഡ് ടു ഇറ്റ്. വൈകുന്നേരം ആ ഷോ ചെയ്യണ സമയം ഞാൻ ഇങ്ങനെ അതെ ഞാൻ ഐ ലവ് ഡൂയിങ് ഇറ്റ്. എത്ര നല്ല ഓഫേഴ്സ് വന്നാലും പ്രയോറിറ്റി കൊടുക്കുന്ന അങ്ങോട്ട് തന്നെയായിരിക്കും എന്നാണോ പറഞ്ഞു? നല്ല ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് എന്തായാലും ചെയ്യണം എന്ന് തോന്നുന്ന പോലത്തെ സിനിമകൾ എന്തായാലും വന്നിട്ടില്ല എനിക്ക്. അങ്ങനെ ഭയങ്കരമായി ഇതെന്തായാലും ചെയ്തേ പറ്റൂ എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിട്ടില്ല ഇതുവരെ. അങ്ങനെ ഏതെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഐ സീ അപ്പോ ചെയ്യും. സിനിമയാണോ പാട്ടാണോ ഇപ്പോഴും ആ ഒരു പ്രാധാന്യം ഇഷ്ടം കൊടുക്കുന്ന? എന്താ ഏതിലാ ഇപ്പോഴും? റേഡിയോ ആണ്. പാട്ട് സിനിമയാണെങ്കിലോ? പാട്ടും സിനിമയാണെന്നുണ്ടെങ്കിൽ പാട്ട് എപ്പോഴും ഉള്ളതാണല്ലോ, നമ്മുടെ കൂടെ ഉള്ള ഒരു കാര്യമാണല്ലോ. ഇന്നൊരു ആക്ടറിന്റെ കൂടെ ഇനി ചെയ്യണം എന്ന ആഗ്രഹമായിട്ട് ഇപ്പോഴും ആഗ്രഹം കെടുക്കുന്ന ഏതെങ്കിലും? പല ആക്ടേഴ്സിന്റെ അടുത്തും ഭയങ്കരമായിട്ടുള്ള ആരാധനയുണ്ട്. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഐ ഹാവ് ടു വർക്ക് വിത്ത് ദം. അങ്ങനെയല്ല, ആരാധന ഒപ്പം വർക്ക് ചെയ്യണം അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് സംഭവിച്ച നായകന്മാരെ അങ്ങനെ ഇല്ല? ഓഫ് കോഴ്സ് ലാലേട്ടൻ, മമ്മൂക്ക, അവരൊക്കെ അതിൽ പെടുന്ന. മമ്മൂക്കയുടെ കൂടെ ഒന്നൊരു ദുബായ് ലൈഫിൽ ഒരു ഡ്രൈവ് ഒക്കെ സംഭവിച്ചു. പിന്നെ അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ
മമ്മൂക്കയുടെ കൂടെ സിനിമയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ ഒരേ സമയം അങ്ങനെ ഓഫർ വരികയാണ് ലാലേട്ടന്റെ നായികയായിട്ട് ഒരു ഓഫർ, സെയിം ഡേ തന്നെ റഹ്മാന്റെ മ്യൂസിക്കില് ഒരു പാട്ടും പാടാനുള്ള അവസരം ഏതെടുക്കും? ഞാൻ രാവിലെ പോയി പാട്ട് പാടിയിട്ട് ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് അഭിനയിക്കും. ഒന്നേ നടക്കുള്ളൂ. ആണോ? ഞാൻ അപ്പോഴത്തെ മൂഡ് അനുസരിച്ച് ചെയ്യും. ഇത് അവിടെ അവിടെ ചോദിക്കുന്ന പോലെ ഉത്തരം കിട്ടണോ? ഇത് ഗസ്റ്റ് ആയിട്ടിരിക്കുമ്പോ അതിവിടെ പറ്റില്ല അല്ലെ? അക്കരെ നിൽക്കുമ്പോ വെച്ചാന്നുള്ള ഇല്ലില്ല, എനിക്ക് അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ അത് രണ്ടും വരാൻ പോണില്ല ഇനി. എന്തായാലും നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാലല്ല അൺഎക്സ്പെക്ടഡ് ആയിട്ട് എപ്പോഴും സംഭവിക്കുന്ന പോലെ സംഭവിക്കുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെ? അപ്പൊ തരും ഞാൻ ആ സദ്യ. അത് വിട്ടിട്ടില്ല, പുള്ളിയൊരു ആഗ്രഹമുണ്ട് അല്ലെ? എങ്ങനെയെങ്കിലും ബ്രോ നിങ്ങൾ തന്നെയാണ് സദ്യ തന്നില്ല എന്ന് വന്നപ്പോ തൊട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. പറഞ്ഞതല്ലോ, എട്ടുകാരെയും അങ്ങോട്ട് തിരിഞ്ഞ് അമ്മയുടെ മുഖത്ത് നോക്കുമ്പോ ആ ആഗ്രഹം എനിക്ക് കിട്ടിയിട്ട് അത് ചോദിക്കണമെന്നാണ്. അമ്മയുടെ ആഗ്രഹം ഞാൻ സാധ്യമാകും. സോ ഈ പാട്ടിന്റെ പറയുമ്പോൾ ഒരു കാര്യം ചോദിക്കാതെ വയ്യ. അങ്ങനെ കുറെ പാട്ടുകൾ കേട്ട് ഇഷ്ടപ്പെട്ട് ഈ പാട്ട് എനിക്ക് പാടാൻ പറ്റിയിരുന്നെങ്കിലും തോന്നിയൊരു പാട്ട് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും? ഞാൻ എല്ലാ പാട്ടുകളും പാടും. അല്ല, ഞാൻ ശരിക്കും പറയാണ്, എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഞാൻ വീട്ടിലിരുന്ന് വെറുതെ പാടും. ഈ പാട്ട് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് സത്യമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ആഗ്രഹിക്കാത്ത പ്ലാൻ ചെയ്യാത്ത ആളാണ്. വരുന്നത് എനിക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ എനിക്ക് വരട്ടെ എന്ന് വിചാരിക്കുന്ന ആളാണ്. അല്ലാണ്ട് ഐ ഡോണ്ട് ഗോ ബിഹൈൻഡ് സംതിങ്, ഐ ഡോണ്ട് ലൈക്ക്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യം ഈ ഒരു ഫീൽഡിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സെൽഫ് മാർക്കറ്റ് ചെയ്യണം. നമ്മൾ സെൽഫ് ആയിട്ട് നമ്മൾ എല്ലാവരുടെ അടുത്തും പോയിട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്യണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ തീരെയല്ല. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ആളാണ് ഞാൻ. എങ്കിലും വർക്കിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ ചെയ്തെങ്കിലും വേറെ ആളെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുക അങ്ങനെയില്ല. ഈ സോഷ്യൽ മീഡിയ പേജ് നമ്മൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ആണ് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ തന്നെയാണ്. അവിടെ ആണെങ്കിൽ പോലും ഇപ്പൊ ഓരോ കോണ്ടന്റ് ഇട്ട് സെൽഫ് മാർക്കറ്റ് ചെയ്യാന്നുള്ള സാധനത്തോട് താല്പര്യം ഇല്ലതാണ്. എനിക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ആവശ്യമില്ല. അതിന്റെ ഒരു എന്താണ് അതുകൊണ്ട് കിട്ടുന്നത് എന്ന് അറിയില്ല. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ശരിക്കും ലൈവായിട്ട് നിൽക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യില്ലേ, ഗുണം ചെയ്യില്ലേ? ഐ മീൻ ഐ എം ഡൂയിങ് ദാറ്റ്, ഐ ഗെസ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഫോട്ടോഷൂട്ട്സ് മാത്രം ചെയ്ത് ഫോട്ടോ ഇടുന്ന ആളല്ല. എൻ്റെ സാധാരണ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ ഞാൻ ഇടയ്ക്ക് പറയണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യാ, സോ ആൻഡ് ഐ തിങ്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സും ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിലൂടെ ജെന്യൂൻ ആയിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും അതിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരത്തിന് പകുതി മുറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ പാട്ട് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ട് ഏതാണ്? ഞാൻ പാടാൻ പറയുന്നില്ല, പാട്ട് പറഞ്ഞാൽ മതി. പാട്ട് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. ഒരു മെലഡി സോങ്, മലയാളം മെലഡി സോങ്. ഒത്തിരി പാട്ടുകൾ ഇഷ്ടമാണ് എനിക്ക്. ഈ അടുത്ത് കേട്ടിട്ടുള്ളതിൽ ഇപ്പൊ സത്യം പറഞ്ഞ ഫീമെയിൽ സോങ്സ് ഒക്കെ കുറവല്ലേ? ഒരുപാട് മെയിൽ സോങ്സ് അല്ലേ വരുന്നത്? ഫീമെയിൽ സോങ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ. അതിൽ വരെ പുരുഷ മേൽക്കോലായം എന്നാണോ പറഞ്ഞു വരുന്നേ? ഷോ, എന്റെ ദൈവമേ, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുമ്പോ ഫീമെയിൽ വോയിസിൽ വരുന്ന പാട്ടേ പാടുന്നു എന്നൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് പാട്ടുകൾ. ഇപ്പൊ എനിക്ക് കഠിന കഠോരം ഈ അണ്ടകടാകത്തിൽ ഇൻഷാല്ല എന്നൊരു പാട്ടില്ലേ, എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ പാട്ടിന് ഇപ്പൊ ഒരു ഫീൽ ഉണ്ടല്ലോ, ഉണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ആർജായിട്ട് ഇരിക്കുമ്പോ പല രീതിയിൽ സംസാരം, വോയിസ് മോഡുലേഷൻ ഇങ്ങനെ മാറി മാറി പോവാറുണ്ടല്ലോ ഇല്ലേ? സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാറാറുണ്ട്. അപ്പൊ അത്തരം ഒരു 3 സിറ്റുവേഷനിൽ ഈ പാട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കിയാലോ? എന്റെ ദൈവമേ, അപ്പൊ അറിയുന്ന ഒരു പാട്ട് ഏതെങ്കിലും? ഒറ്റ പാട്ട് അറിയില്ല മാത്രം പറയരുത്. ഏതെങ്കിലും ഒരു 4 വരി പാട്ട്. ആ പാട്ടിനെ നമ്മൾ സംസാരിക്കുന്നപ്പോ നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴായിരിക്കും ഒരു ദേഷ്യം വന്ന് സംസാരിക്കുന്നത്, നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നി സംസാരിക്കുന്നതും സന്തോഷം വന്ന് സംസാരിക്കുന്നതും ഒക്കെ മാറിയിരിക്കും ഇല്ലേ? അങ്ങനെ ഒരു 3 സിറ്റുവേഷനിൽ ഒരു പാട്ട് വന്നാൽ എങ്ങനെ ഇരിക്കുന്നത്? അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. കാരണം പാട്ടുകാരിയാണ്, ആർജയാണ്,
ഇത്രയും ശബ്ദം കൊണ്ട് വെച്ച് കളിക്കുന്നവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. ഇതേ ചോദ്യം വേറെ ആളുടെ അടുത്ത് ചോദിച്ചിട്ടേ കാര്യമില്ല. കാരണം ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ അടുത്തല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ല എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇങ്ങനെ ഇപ്പൊ ഭയങ്കര ഈ വോയിസ് വെച്ചിട്ട് അമ്മാനെ മാടുന്ന ടൈപ്പില് ഉള്ള സംസാരമല്ല എന്റെ റേഡിയോയിലുള്ള സംസാരം. ഞാൻ ഇതേപോലെ തന്നെയാണ് അതെ സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് ഐ കാൻ റിലേറ്റ് ടു വാട്ട് യു ആർ ട്രൈങ്. ഐ മീൻ ഈ ഒരു ഏതെങ്കിലും ഒരു 4 വരി പാട്ട് ആദ്യം ഒന്ന് നോർമൽ പാടും, എന്നിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി നോക്കാം. ഒരു പാട്ട് പറ. വിദ്യാജിയുടെ ഏതെങ്കിലും പാട്ട്. വിദ്യാജിയുടെ കട്ട ഫാൻ ആയതുകൊണ്ട് കൂടി എനിക്ക് ആ 4 വരി വിദ്യാജിയുടെ പാട്ടുകൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയും പിന്നെയും ആരായാലോ? ഞാൻ കാത്തിരിപ്പാണ് ഉദ്ദേശിച്ചത്. മതി, കാത്തിരിപ്പാവാം. കാത്തിരിപ്പൂ കൺമണി കാത്തിരിപ്പൂ കൺമണി ഉറങ്ങാത്ത മനമൂടി നിനവാർന്ന നിനവോടി ഏകാന്തമേ ഇത് അത്രയും ഫീലോട് കൂടി പാടിയ അല്ലേ? ഇനി ഈ ഒരു പാട്ടിന് തന്നെ വരികളിൽ തന്നെ കുറച്ച് ദേഷ്യത്തോടെ പാടുകയാണെങ്കിൽ എങ്ങനെ പാടും? അയ്യോ എനിക്കറിയില്ല, ഇപ്പൊ ഒരു ഐഡിയ ഇല്ല. എങ്ങനെ ദേഷ്യത്തില് പാടാ? കുറച്ച് പ്രണയം തോന്നിട്ട് പാടുകയാണെങ്കിൽ എങ്ങനെ? ഇതിപ്പോ പ്രണയം തോന്നിയില്ല. പ്രണയമല്ലേ, ഇതാ പാട്ടിനോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. പ്രണയം തോന്നിയ ഒരാളുടെ അടുത്ത് പാടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? കുറച്ച് റൊമാൻറ്റിക് ആയിട്ട്. റൊമാൻറ്റിക് ആയിട്ട് പാടണം. ഇതിപ്പോ ഞാൻ റൊമാൻറ്റിക് ആയിട്ടാ പാടിയത്. കഷ്ടമുണ്ട് ബ്രോ. റൊമാൻസ് ഒന്നുമില്ല. കാത്തിരിപ്പൂ പറ്റില്ല, റൊമാൻസ് വരുന്നില്ല. ഇതാണ് നേരത്തെ കണ്ടില്ല എന്റെ റൊമാൻസ്, വളരെ ശോകം നായികയായിട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ ഇത് വരുന്നുണ്ടല്ലോ. ഇല്ല, എന്റെ അടുത്ത് ദിലീപേട്ടൻ ചോദിച്ചിട്ടുണ്ട് പണ്ട് അഭിനയിക്കുമ്പോ. ഏതോ ഷോട്ടില് ഭയങ്കര റൊമാൻറ്റിക് ആവണം എന്ന് പറഞ്ഞ് ലാൽ സർ അങ്ങോട്ട് പോയി. ഞാൻ എന്തോ റിഹേഴ്സലിന്റെ സമയത്ത് എന്തോ ചെയ്തപ്പോ ലാലു എന്താണ് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും ലൊക്കേഷനിൽ വന്നിട്ടാണ് മേരിയാണ് നായിക എന്നുള്ളത് അറിയുന്നത്. ഇതിലൂടെ മുമ്പ് അറിയില്ല ഇങ്ങനെ കാസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇന്ന ആളാണെന്നുള്ളത്. എനിക്ക് റൊമാൻസ് വരുന്നില്ല. സ്കൂളിൽ വന്നിട്ടേ ഇല്ല. ഇല്ല, സ്കൂൾ ടൈമിൽ പറഞ്ഞതാണ്. സ്കൂൾ ടൈമിലൊന്നും ക്രഷ് ഇല്ലായിരുന്നു പറഞ്ഞു. സ്കൂൾ ടൈമിൽ എനിക്ക് റിലേഷൻഷിപ്പ് ആരെങ്കിലും സ്കൂൾ ടൈമിൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോ ഞാൻ എന്താ പറയുന്നതെന്ന് അറിയാം അവരുടെ. I don't think I'm matured enough to be in a relationship. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളത് സത്യമായിട്ടും. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ ഇവിടെയൊക്കെ ചെറിയ റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇറ്റ് വാസ് നെവർ ലൈക്ക് അങ്ങനെ ഭയങ്കര റൊമാൻസ്, അങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി അങ്ങനത്തെ ഉള്ള ഒരു സംഭവമേ ആയിരുന്നില്ല.